പിന്നെ ട്യൂബർക്ലോസിന് അതിന് നോബൽ പ്രൈസ് കിട്ടിയ ആരാ? റോബർട്ട് കോച്ച്. റോബർട്ട് കോച്ച്. ഇമ്മ്യൂണിറ്റിക്ക് എഡ്വേർഡ് ജെന്നർ. ഇമ്മ്യൂണിറ്റിക്ക് കുറച്ചധികം പേർക്ക് ഉണ്ടാവും. അതായത് ഇമ്മ്യൂണിറ്റിക്ക് നമ്മുടെ ഏർലിക്കും മെറ്റ്നിക്കോഫിന്. പിന്നെ ടൈഫസോ? പെൻസിലിൻ ആരൊക്കെയൊക്കെ കിട്ടിയേക്കണേ? അലക്സാണ്ടർ ഫ്ലെമിംഗ്, ഫ്ലോറി ആൻഡ് ചെയിൻ. ഇനി പെൻസിലിന്റെ ആ ആക്റ്റീവ് കമ്പോണന്റ് ഡിസ്കവർ ചെയ്ത ആരാണ്? ഫ്ലോറി ആൻഡ് ചെയിൻ ആണ് അതിന്റെ ആക്റ്റീവ് കമ്പോണന്റ്. പിന്നെ സ്ട്രെപ്റ്റോമൈസിന് നോബൽ പ്രൈസ് കിട്ടിയ ആരാണ് ഡിസ്കവറിക്ക്? സ്ട്രെപ്റ്റോമൈസിൻ വാക്സ്മാൻ. പിന്നെ അക്യൂർഡ് ഇമ്മ്യൂണോളജിക്കൽ ടോളറൻസിന് കിട്ടിയത് ആർക്കാണ്? ബർണറ്റ് ആൻഡ് മെഡാവർ. ഇമ്മ്യൂണോളജിക്കൽ റെഗുലേഷൻ ബൈ സെൽ സർഫസ് സ്നെൽ, ഡൗസറ്റ്. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ മതി, എന്തെങ്കിലും വരുവാണ്. പിന്നെ നമ്മള് ഹെലിക്കോബാക്ടർ പൈറോളിയുടെ വർക്കിന് കിട്ടിയത് ആർക്കൊക്കെ ആയിരുന്നു? മാർഷൽ ആൻഡ് ബാരൺ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കൊള്ളണം. നോബൽ പ്രൈസ് കിട്ടിയത് നമുക്ക് പ്രോക്യാരിയോട്ടിക്കിലും യൂക്യാരിയോട്ടിക്കിലും ജസ്റ്റ് ഒന്ന് നോക്കാം. മ്യൂറാമിക് ആസിഡ് ഉണ്ടോ യൂക്യാരിയോട്ടില്? ഇല്ല. സ്റ്റീറോളിൽ ആർക്കാ ഉള്ളത്? സ്റ്റീറോൾ പ്രോക്യാരിയോട്ടിലാണോ ഉള്ളത്, യൂക്യാരിയോട്ടിലാണോ ഉള്ളത്? സ്റ്റീറോള് യൂക്കാരിയോട്ടിക്കിന് സ്റ്റീറോയിഡ്സ് ഉള്ളത് യൂക്യാരിയോട്സിന്. പിന്നെ പിന്നെ ആ കാര്യങ്ങൾ ബാക്കി അത് മാത്രമേ ഇതായിട്ട് വരുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് അറിയാലോ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി കണ്ടുപിടിച്ച ആരായിരുന്നു? പിന്നെ മോഡിഫൈഡ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ ഏതാണ്? നമ്മൾ ഏത് മെത്തേഡ് അതിനെ പറയണേ? മോഡിഫൈഡ് മെത്തേഡോ? നമ്മള് 1% കോൾഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യണ മെത്തേഡ് ഏതാ? അതായത് നമ്മൾ നോക്കാർഡിയ, ലെജിയോണല്ലയ്ക്കൊക്കെ യൂസ് ചെയ്യണത് മോഡിഫൈഡ് കിന്യൂൺ മെത്തേഡ്. മോഡിഫൈഡ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ വരുന്നതാണ് ഗ്യാബറ്റ്, അതുപോലെ തന്നെ കിനയൂൺസ് മെത്തേഡ് ആണ് മാം. അതെ അതെ. കേൾക്കാവോ? ആരാ പറഞ്ഞേ? അത് ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ വരുവാണെങ്കിൽ ഗ്യാബറ്റ്സും കിന്യൂൺസ് മെത്തേഡും മോഡിഫൈഡ് മെത്തേഡ്സ് ആണ്. പിന്നെ ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും ഒക്കെ നിങ്ങൾക്ക് എല്ലാം അറിയാലോ അല്ലെ? അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അതെല്ലാം അറിയാം. പിന്നെ മീസോസോംസ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വേറെ പേരെന്താണ്? കോൺഡ്രോയിഡ്സ്. പ്ലാസ്മ മെംബ്രെയിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്ന ആൾക്കാരാണ്. അത് നോക്കുക. പിന്നെ ഇൻക്ലൂഷൻ ബോഡീസ് എല്ലാം ഒന്ന് നോക്കിക്കൊള്ളണം കേട്ടോ. ഇൻക്ലൂഷൻ ബോഡീസ് എല്ലാം ഒന്ന് നോക്കിക്കൊള്ളണം, അത് ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കാൻ ഹോംവർക്ക് ഉണ്ടോ നോക്ക്, എന്നിട്ടൊന്നും എഴുതാൻ നാളെ എഴുതാൻ സമയം ഉണ്ടാവില്ല. അങ്ങോട്ട് പോകുന്നു, ഞാനില്ലല്ലോ എഴുതിക്കാൻ. നോക്ക്. പിന്നെ ക്യാപ്സൂളിനുള്ള സ്റ്റെയിൻ ഏതായിരുന്നു? നെഗറ്റീവ് സ്റ്റെയിൻ. ഇന്ത്യ ഇങ്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഇങ്ക് എന്നുള്ള കാര്യം നോക്കണം. പിന്നെ ക്യുല്ലൻ റിയാക്ഷൻ എന്തായിരുന്നു? ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ്, ക്യാപ്സ്യൂൾ റിയാക്ഷൻ വരുന്നത് സെറോളജിയിൽ വരുന്നത്. പിംബ്രിയെ ഒക്കെ നോക്കുക, ജസ്റ്റ് ഒന്ന് നോക്കുക. എൻഡോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യണ ബാക്ടീരിയ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എക്സാമ്പിൾസ് പോറോസാർസിന ഒക്കെ ഉണ്ട്. പിന്നെ എൻഡോസ്പോർ ലൈക്ക് ഉള്ളത് ഗ്രാം നെഗറ്റീവ് ആരായിരുന്നു? എൻഡോസ്പോർ
എൻഡോസ്പോർ ലൈക്ക് ഏതായിരുന്നു എക്സാമ്പിൾ? Fiella Bernardi. ഓക്കെ. പിന്നെ നമ്മുടെ ഏതായിരുന്നു എനേറോബിക് മീഡിയ എല്ലാം നോക്കുക. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് മീഡിയം നോക്കുക. ട്രാൻസ്പോർട്ട് മീഡിയത്തിൽ അല്ലാത്തത് ഏത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ ഏത് ഫേസിലാണ് ആന്റിബയോട്ടിക്സ് അതായത് അവരുടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സാൽമണലയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ, കൂടുതൽ വിർലന്റ് ആവുന്നത്. അതുപോലെ ആ ഫേസിന്റെ ടൈപ്പ് ഏതെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ അത് ലാഗ് ലോഗ് എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കിയിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. ഓടിച്ചെന്ന് എഴുതരുത് കേട്ടോ, ആലോചിച്ചിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. ഓരോന്ന് നമ്മൾ സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ് എവിടെയാണ് അങ്ങനെയുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പഠിച്ച ബാക്ടീരിയ ഒക്കെ നമ്മുടെ കീമോ ലിത്തോട്രോപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിന് എക്സാമ്പിൾ ഒക്കെ ഏതൊക്കെയാണെന്നൊക്കെ നോക്കിക്കൊള്ളണം. അതൊക്കെ എപ്പോഴും വരും. പിന്നെ നമ്മുടെ മൈക്രോ എയറോഫിലിക് ബാക്ടീരിയ എക്സാമ്പിൾ ഒക്കെ ഉണ്ടല്ലോ, ഹെലിക്കോബാക്ടർ, അതെല്ലാം ഒന്ന് നോക്കിക്കൊള്ളണം കേട്ടോ. പിന്നെ സൈക്രോഫൈൽസ് ഏതാണ്, ടെമ്പറേച്ചർ, ഏതെങ്കിലും ഒക്കെ ജസ്റ്റ് നോക്കിയാൽ മതി എക്സാമ്പിളും. അതുപോലെ ഏതാണ് സൈക്രോഫൈലിക്, അതുപോലെ തന്നെ തെർമോഫൈൽസ്, അതിന്റെയൊക്കെ എക്സാമ്പിൾ നോക്കുക. പിന്നെ നമ്മുടെ മീഡിയ സാൽമണല്ല, ഷിഗല്ല അഗർ അല്ലെ, സെലക്റ്റീവ്. മാനിറ്റോൾ സോൾട്ട് അഗർ നമ്മൾ എന്താണ് യൂസ് ചെയ്യണത്, സ്റ്റഫൈലോകോക്കസ്. പിന്നെ ട്രാൻസ്പോർട്ട് മീഡിയ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. അനേറോബിക് മീഡിയ പഠിച്ചിട്ടുണ്ട്, അതെല്ലാം ഓർക്കുക. പിന്നെ എൻറിച്ച്ഡ് മീഡിയയും എൻറിച്ച്മെന്റ് മീഡിയവും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ, എല്ലാം അറിയാലോ. മീഡിയ. പിന്നെ അനേറോബിക് കൾച്ചർ മെത്തേഡില് DCA എന്താ, ഏത് മെത്തേഡാ DCA അല്ല, ഏത് മീഡിയ ആണ്? നമ്മൾ ഏതിനാ കൂടുതൽ യൂസ് ചെയ്യണത്, ഏതരം ചെയ്യണത്? നമ്മള് UT അല്ലെ, യൂറിൻ പാത്തോജൻസിനാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണത്, അതൊക്കെ ഓർത്തോളണം. പിന്നെ നമ്മുടെ ആ എനേറോബിക്കിൽ വരുന്ന മെത്തേഡ്സ് ഉണ്ടല്ലോ, ഓരോന്നും പഠിച്ചോളണം കേട്ടോ. ഗ്യാസ് പാക്ക്, അനോക്സോമാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മുടെ എനേറോബിക് ജാർ, അതൊക്കെ ഏതിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ പ്രിസർവേഷൻ, ഫ്രീസിങ്, ലയോഫിലൈസേഷൻ, സബ് കൾച്ചറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം. ഓരോ ടെമ്പറേച്ചർ, ലിക്വിഡ് നൈട്രജൻ ഏതിലാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം. പിന്നെ നമ്മുടെ ഇപ്പൊ കോവാക്സ് റിയാജന്റ് ഏത് റിയാക്ഷനിലാണ് വരുന്നത്? ഇൻഡോൾ. അങ്ങനെ ഏതൊക്കെയാണ്, ജസ്റ്റ് വോക്സ് പ്രോസ്കറിൽ എന്താണ് റിയാക്ഷൻ വരുന്നത്, നമ്മുടെ അസറ്റൈൽ മീഥൈൽ കാർബിനോൾ പ്രൊഡ്യൂസ്ഡ് ഫ്രം പൈരുവിക് ആസിഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം. പിന്നെ നമ്മള് യൂറിയസ് ടെസ്റ്റ് എപ്പോഴും പഠിച്ചതിലായിരുന്നു? യൂറിയസിന്റെ നോക്കുക, നൈട്രേറ്റ് റിഡക്ഷൻ, കാറ്റലൈസ്, ഓക്സിഡൈസ്, അതിന്റെ കെമിക്കൽ റിയേജന്റ് ഒക്കെ നോക്കി വെച്ചോളണം കേട്ടോ. നമ്മുടെ ഓക്സിഡൈസ് റിയേജന്റിന്റെ പേര്. ലെസിത്തിനേസ് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതൊക്കെ നോക്കണം. പിന്നെ നമ്മള് ബൈലെസ്ക്യുലിൻ മീഡിയം എന്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫോക്കസിന് നമ്മൾ സ്ട്രെപ്റ്റോകോക്കി അവരുടെ ഡിഫറൻസിയേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ടെക്നിക്ക് എല്ലാം ഒന്ന് നോക്കുക, ഏതൊക്കെയാണ് ഏതിനാണെന്നുള്ളത്. അതായത് അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഏത് ഫേസിലാണ് ആന്റിബയോട്ടിക്കിനോട് സസെപ്റ്റബിലിറ്റി കാണിക്കുന്നത്? അല്ല, ലോഗ്. അത് മാറിപ്പോരുത് കേട്ടോ, ലാഗ് ലോഗ് എന്നൊക്കെ ഉള്ളത്. അതുപോലെ ആന്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സ്റ്റേജ്, അങ്ങനെയുള്ളതൊക്കെ നോക്കിക്കൊള്ളണം. പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ മൈക്രോസ്കോപ്പിന്റെ കാര്യത്തില് ഡിഫറൻസ് ഇൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ബാക്ടീരിയൽ സെൽസും അതുപോലെ തന്നെ ആ സറൗണ്ടിങ് മീഡിയവും, അത് ഏത് മൈക്രോസ്കോപ്പിലായിരുന്നു വരുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, സെല്ലിന്റെ ഉള്ളിൽ കൂടെ ചിലത് കയറി വരും, ചിലത് സറൗണ്ടിങ് മീഡിയത്തിലോട്ട് കയറി വന്നിട്ട് നമ്മൾ അതിന്റെ ആംപ്ലിഫൈ ചെയ്യണൊക്കെ ഏതായിരുന്നു? ഫേസ് കോൺട്രാസ്റ്റ്. അതൊക്കെ മറന്നു പോകരുത് ഓരോന്നും. പിന്നെ നമ്മൾ ബയോഫിലിം ഫോർമേഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ?
എക്സാമ്പിൾ ഒക്കെ വെച്ച് നമ്മൾ ഫിഗർ ഒക്കെ വെച്ച് നോക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റെഫേല കോപ്പി എക്സാമ്പിൾ ഏതൊക്കെയാ നമ്മൾ പഠിച്ചില്ലേ, കുറെ കാര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ് ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ, അങ്ങനെ അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ നമ്മൾ ക്യാം ടെസ്റ്റ് ആർക്കായിരുന്നു ചെയ്യുന്നത്? അജലക്ഷ. ഓക്കെ, അതെല്ലാം നോക്കിക്കോളാം. റിവേഴ്സ് ക്യാം ടെസ്റ്റ്, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് ആർക്കാണ് ഉള്ളത്? ബേബ്സ്, എനസ്റ്റ് ഗ്രാനുൾ. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഫ്രൈഡ് റൈസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാൻ സാധ്യതയുള്ള അസുഖം ഏതാണ്? ഓക്കെ. പിന്നെ നമുക്ക് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനത്തിന്റെ കാര്യം എല്ലാം നോക്കിക്കൊള്ളണം. ഓക്കെ, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം അവരുടെ പൊസിഷൻ വരുന്നത് സെൻട്രൽ അല്ലെങ്കിൽ സബ് ടെർമിനൽ ആട്ടോ. ബോട്ടുലിനത്തിന്റെ സെൻട്രൽ അല്ലെങ്കിൽ സബ് ടെർമിനൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിലുള്ളത്. പിന്നെ നമുക്ക് പിന്നെ ETC നമ്മുടെ ട്രാവലേഴ്സ് ഡയറിയ ഏതാണ് ഉണ്ടാക്കുന്നത്? അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും പാത്തോജനിക് ആയിട്ടുള്ള ഒരാള് ഷിജല്ലയാണ്, അത് ഓർത്തോളണേ. ഇപ്പൊ കുറച്ചു പേര് തന്നിട്ട് ഈക്കോളായി, അതുപോലെ തന്നെ സാൽമണല്ല, ക്ലെപ്സില, ഷിജല്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഷിജല്ല എഴുതിക്കോളണം ആദ്യം കേട്ടോ. അങ്ങനെ നമുക്ക് ഹ്യൂമൻസിന് പാത്തോജൻ ആയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ എയറോമോണാസ്, അതൊക്കെ നമുക്ക് പാത്തോജൻ ആയിട്ട് വരുന്നുണ്ട് എപ്പോഴും. നമ്മുടെ ഈക്കോളായി, സാൽമണലേക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാത്തോജൻ ആയിരിക്കും, അല്ലാതെ കുഴപ്പമില്ലാത്ത സ്ട്രെയിൻസും ഒക്കെ ഉണ്ടാവും. ക്ലെപ്സിലൊക്കെ ആണെങ്കിലും വാട്ടറിലൊക്കെ ഉണ്ടാവും, കമൻസറൊക്കെ ആയിട്ടും ഉണ്ടാവും. പിന്നെ പ്രോട്ടിയസിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലെ, നമ്മൾ പല രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിബ്രിയോ കോളറ അല്ലെ, അതും നമുക്കറിയാം. അഗർ എന്തൊക്കെയുള്ളത് TCBSൽ എന്തൊക്കെയുള്ളതെന്നൊക്കെ ഓർത്തോളണം. കനങ്കാവ എന്ന് പറയുന്നത് എന്താണ്? കനങ്കാവ ഹീമോലിസിസ് കാണിക്കുന്ന വിബ്രിയോ പാരാഹീമോലിറ്റിക്. ഈ വിബ്രിയോയിൽ തന്നെ ഹാലോഫിലിക് ആയിട്ടുള്ള ആരൊക്കെയായിരുന്നു? അല്ലാത്തത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോളറേന്ന് എഴുതിക്കൊള്ളണം, അതൊക്കെ ഓർത്തോളണം. പിന്നെ ക്ലെപ്സില ലാക്ടോസ് ഫെർമെന്റർ ആണ് കേട്ടോ. അത് ഞാൻ ആ കാര്യം ഒന്ന് പറയാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ എന്നിട്ട് പറയാം. ഫംഗസ് സ്റ്റെയിൻ ആണ് നമ്മുടെ ലാക്ടോഫിനോൾ കോട്ടൺ ബ്ലൂ. പിന്നെ DNA പോളിമറൈസ് നമ്മൾ വെന്റ് കിട്ടുന്നത് തെർമോകോക്കസിന്നും, ഡീപ് വെന്റ് ആണ് പൈരോകോക്കസിന്ന് കിട്ടുന്നത് കേട്ടോ. വെന്റ് എന്ന് പറയുന്നത് തെർമോകോക്കസിനും ഡീപ് വെന്റ് എന്ന് പറയുന്നത് പൈരോകോക്കസും. അതായത് നമ്മുടെ പോളിമറൈസ് കിട്ടുന്നത് നമ്മുടെ ഹൈഡ്രോതെർമൽ വെന്റി എന്നൊക്കെ ഉള്ളത് നമ്മൾ പറയുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാറിക്കിടന്നു വെച്ചത്, നമ്മൾ ആന്റിബോഡി ഒക്കെ നമ്മൾ റേഡിയോ ഇമ്മ്യൂണോ അസേയില് വാഷ് ചെയ്യണത് ആരെയാണ്? ബൗണ്ട് ചെയ്തതിനാണോ അൺബൗണ്ട് ചെയ്തതിനാണോ? അൺബൗണ്ട്. ഇനി സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് ബീറ്റയാണോ ആൽഫയാണോ ഹീമോലൈസിസ്? അത് മാറിക്കിടക്കുന്നു. പിന്നെ നമ്മുടെ മെഡിസിലിൻ റെസിസ്റ്റൻസിൽ വരുന്ന ജീനാണ് ഏത്? മെക് AG. SSC മെക് എന്ന് നമുക്ക് പറയാം കേട്ടോ. മെക് എയും മെക് സിയും. അത് ഒരു ക്വസ്റ്റ്യന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ആൻസർ അവര് തെറ്റിച്ചായിരുന്നു ഇട്ടത്. പിന്നെ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നമുക്കൊരു പ്രോട്ടീൻ ഉണ്ടാക്കുവാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ്, ഒന്നില്ലെങ്കിൽ നമുക്ക് ഹെറ്ററോലോഗസ് പ്രോട്ടീൻ എന്ന് പറയാം കേട്ടോ. പിന്നെ ക്ലെപ്സില എന്ന് പറയുന്നത് ലാക്ടോസ് ഫെർമെന്റർ ആണ്. പിന്നെ തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത് എന്താണ്?
time to kill bacteria. Time required to kill bacteria. ഡിഫൈൻഡ് കണ്ടീഷൻ അതൊക്കെ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോകും. പിന്നെ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് നടത്തിയത് ആരാണ്? ഗ്രിഫിത്ത്. Griffith. പിന്നെ താഴെ തന്നതിൽ ഏതാണ് ട്രാൻസ്പോർട്ട് മീഡിയം അല്ലാത്തതെന്ന് ചോദിച്ചത് XLD ആണ് ആൻസർ കിടക്കണേ. ബാക്കി അതായത് ട്രാൻസ്പോർട്ട് മീഡിയം ആയിരുന്നു എല്ലാം കിടന്നു വെച്ചത് കേട്ടോ. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലെ. ട്രാൻസ്പോർട്ട് മീഡിയം എന്ന് പറയുന്നത് നമ്മുടെ VR ഫ്ലൂയിഡ്, സ്റ്റുവാർട്ട് മീഡിയം അങ്ങനെയുള്ളതൊക്കെ ട്രാൻസ്പോർട്ട് മീഡിയം. XLD എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് മീഡിയം അല്ല. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയില് പെൻസിലിൻ ബി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? ഫീനോക്സി അസിറ്റിക് ആസിഡ്. സൈഡ് ചെയിനിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന പ്രീകർസർ. പെൻസിലിൻ ബിക്ക് ഫീനോക്സി അസിറ്റിക് ആസിഡ്, പെൻസിലിൻ ജിക്ക് ഫീനൈൽ അസിറ്റിക് ആസിഡ്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ പെൻസിലിൻ ബി എന്താണ്, പെൻസിലിൻ ജി എന്താന്ന് നോക്കിക്കൊള്ളണം കേട്ടോ. അപ്പൊ നമ്മുടെ ബെൻസൈൽ പെൻസിലിനെയാണ് നമ്മൾ പെൻസിലിൻ ജി എന്ന് പറയുന്നത്. അതിന് ഏതാണ് വേണ്ടത്? ഫീനൈൽ അസിറ്റിക് ആസിഡ്. ഓക്കെ, ഫീനോക്സി അസിറ്റിക് ആസിഡ് പെൻസിലിൻ ബി, അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, ഈ പെൻസിലിൻ ജിക്ക് ഇനി സോൾട്സ് അനുസരിച്ച് ചിലപ്പോ ഫീനൈൽ ഈഥൈലമിനും പ്രീകർസർ ആയിട്ട് യൂസ് ചെയ്യാം. കേക്കാവോ? മനസ്സിലായോ? അതായത് പെൻസിലിൻ ജി എന്ന് പറയുന്നത് ബെൻസൈൽ പെൻസിലിൻ. നമ്മൾ പഠിച്ചത് എന്താണ്? ബെൻസൈൽ പെൻസിലിന് ഫീനൈൽ അസിറ്റിക് ആസിഡ് ആണ് നമ്മൾ കോമൺ ആയിട്ടും ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യണത് ഏതാണ്? പ്രീകർസർ ആയിട്ട് ഫീനൈൽ അസിറ്റിക് ആസിഡ് ആണ്, അതിന് സൈഡ് ചെയിൻ ആയിട്ട്. പക്ഷെ നമുക്ക് കോൺസ്റ്റീവ് ലിക്വർ ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അതിലുള്ളത് ഫീനൈൽ ഈഥൈൽ അമിൻ ആണ്. അതായത് ഫീനൈൽ ആദ്യം വന്നിട്ടുണ്ടാവും കേട്ടോ, ഫീനൈൽ. അപ്പൊ പെൻസിലിൻ ജിക്ക് നമുക്ക് ഫീനൈൽ അസിറ്റിക് ആസിഡും യൂസ് ചെയ്യാം, ഫീനൈൽ ഈഥൈൽ അമീനും യൂസ് ചെയ്യാം. ഓക്കെ, പെൻസിലിൻ ബി എന്ന് പറയുമ്പോൾ ഫീനോക്സി എന്ന് വരുന്നുണ്ട്, അതൊന്ന് ഓർത്താൽ മതി. ഓക്കെ, ഒന്ന് ഫീനൈൽ. ഫീനൈൽ എന്ന് വരുന്നത് ഏതാണ്? നമ്മുടെ ബെൻസൈൽ പെൻസിലിൻ, ഫീനൈൽ ബെൻസൈൽ, അത് ഓർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ നൈട്രോബാക്ടർ വിനോഗ്രാഡ്സ്കി എന്താണ്? കീമോലിത്ത് ഓട്ടോട്രോപ്പ് ആണ് കേട്ടോ. പിന്നെ ഇന്റർഫെറോൺ, ബീറ്റ ഇന്റർഫെറോണ് ആന്റിവൈറൽ ആക്ടിവിറ്റി, പിന്നെ ഗാമ ഇന്റർഫെറോണ് ആന്റിവൈറൽ മാക്രോഫേജ് ആക്ടിവേഷൻ ഉണ്ട്, പിന്നെ MHC 1-2 എക്സ്പ്രഷൻ ഇൻ സെല്ലിലൊക്കെ ഉണ്ട്. പിന്നെ ടീക്കോയിക് ആസിഡ് ഏതിലാ ഉള്ളത്? ആ ക്വസ്റ്റ്യൻ മാറി കിടന്നത് ആൻസറില്. പിന്നെ ബോർഡറ്റെല്ല അല്ലെ, ബോർഡറ്റെല്ല ഏതാ അസുഖം വരുത്തുന്നത്? പിന്നെ നമ്മുടെ ഈ ഫോട്ടോക്രോമോജൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണ ആരായിരുന്നു? മൈക്കോബാക്ടീരിയ. പിന്നെ പിന്നെ സ്പൈരോകീറ്റിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പിന്നെ നമ്മുടെ മൈക്കോപ്ലാസ്മയുടെ കാര്യമൊക്കെ നോക്കിക്കൊള്ളണം കേട്ടോ. ജസ്റ്റ് അതായത് നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്. സെൽ വോൾ ഇല്ലാത്ത ആളാണ്, അതെല്ലാം ഒന്ന് നോക്കുക. ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് മൈക്രോപ്ലാസ്മ കാര്യമായിട്ട് പഠിക്കാനില്ലെങ്കിലും ഈ സെൽ വോളിന്റെ കാര്യം. അപ്പൊ സെൽ വോൾ ഇല്ലാത്തതുകൊണ്ട് അവരെന്തായിരിക്കും? റെസിസ്റ്റന്റ് ടു പെൻസിലിൻ അല്ലെ, ചാൻസ് ഉണ്ട്. പക്ഷെ എപ്പോഴും അത് സത്യമാവണമെന്നില്ല, നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും അങ്ങനെ പഠിക്കാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് നമുക്ക് നോക്കണം. നമ്മുടെ നോർമൽ നമ്മുടെ ഫ്ലോറയിലുള്ള ഏതൊക്കെയാണ്? ഇപ്പൊ ഈസോഫാഗസിലൊക്കെ ആണെങ്കിൽ ലാക്ടോബാസിലൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ലാർജ് ബവലില് അല്ലെ, ലാർജ് ഇൻഡസ്റ്റൈനിൽ എന്തൊക്കെയാണ് ഉള്ളത്? എൻഡറോബാക്ടർ ഉണ്ടാവും, എസ്ചെറിഷ്യ കോളൈ ഉണ്ടാവും, പിന്നെ ക്ലെപ്സില ഉണ്ടാവും, യൂബാക്ടീരിയ ഉണ്ടാവും, ബിഫിഡോബാക്ടീരിയ ഉണ്ടാവും, പിന്നെ ബാക്ടീറോയിഡസ് ഉണ്ടാവും കേട്ടോ. അത് ഓർത്തോളണം ലാർജ് ഇൻഡസ്റ്റൈനിൽ. കാരണം ഇവരാണ് എന്ത്? ലാർജ് ഇൻഡസ്റ്റൈനിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ
നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ മൈക്രോബയോം അല്ലെ. ഇപ്പം കൂടുതൽ മൈക്രോബയോം സ്റ്റഡി ഒക്കെ ഉണ്ട്. മൈക്രോബയോം എന്തെങ്കിലും അസുഖമുള്ളവർക്കൊക്കെ മൈക്രോബയോമിനെ എടുത്ത് മാറ്റി വെക്കുന്നതൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നമുക്കൊരു അസുഖം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതായിരുന്നു? ക്ലോസ്ട്രീഡിയം. ഓർമ്മയുണ്ടോ? ഡയറി ഉണ്ടാക്കുന്ന ഒരാളുണ്ടല്ലോ നമ്മൾ പഠിച്ചത്. അതെ അതെ. അപ്പൊ അങ്ങനെ നമുക്ക് അതിന്റെയൊക്കെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ മാറില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മുടെ മൈക്രോബയോം മാറ്റി വെക്കാം. ആ രീതിയിൽ. അതായത് നമ്മള് ഫീക്കൽ ഇംപ്ലാന്റേഷൻ ഒക്കെ ചെയ്തിട്ടാണ് അങ്ങനെ നമ്മുടെ മൈക്രോബയോം മാറ്റുന്നത്. പിന്നെ നമ്മുടെ ഓരോന്നിന്റെ വെക്ടർ നോക്കിക്കൊള്ളണം കേട്ടോ. ഈ ടൈഫോയിഡും ടൈഫസ് അങ്ങനെയുള്ളതൊക്കെ മാറിപ്പോകരുത് കേട്ടോ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ടൈന്ന് കാണുമ്പോഴത്തെ പോയി എഴുതിയേക്കരുത്. ടൈഫോയിഡ് ആണോ ടൈഫസ് ആണോ അങ്ങനെയുള്ളതൊക്കെ നോക്കിക്കൊള്ളണം. ടെറ്റനി ആണോ ഏതാണ് ടീ എന്നൊക്കെ കാണുമ്പോഴത്തേക്ക് ഓടിപ്പോയി എഴുതി വെക്കരുത്. ആൻസർ വായിച്ചിട്ടേ എഴുതാവുള്ളൂ എക്സാമിന്. എത്ര ഈസി ആയിട്ടുള്ള എക്സാമിനേഷൻ ആണെങ്കിലും ഫുൾ ആൻസർ കറക്റ്റ് ആയിട്ട് നെഗറ്റീവ് നോട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിക്കൊള്ളണം. നമ്മുടെ പ്രോബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യണത് ഏതൊക്കെയാണ്? ലാക്ടോബാസിലസും പിന്നെ എന്താണ്? ബിഫിഡോബാക്ടീരിയോ. കൂടുതലായിട്ട് കോമൺ ആയിട്ട്, അല്ലാതെയും ഇഷ്ടംപോലെ ഉണ്ട്, എന്നാലും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അതായത് അവരുടെ ഗ്രാസ് എന്ന് നമ്മൾ പറയും, ജനറലി റിഗാർഡഡ് ആസ് സേഫ്. പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിലുള്ള ആരാണ്? സ്റ്റഫൈലോകോക്കസ്. ഓക്കെ, അതെല്ലാം നോക്കിക്കൊള്ളണം കേട്ടോ. പിന്നെ വൈറസ്, വാട്ടർ ബോൺ വൈറസ് നോക്കിക്കൊള്ളണം. ഏതൊക്കെയാണ് വരുന്നത് അത് മാത്രമാണ് നമ്മൾ അത് ലാസ്റ്റത്തെ എക്സാമിനൊക്കെ അത് ഇട്ടിട്ടുണ്ട്, ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത്. നമ്മുടെ ന്യൂറാമിനിഡേസ് ആരായിരുന്നു? എവിടെയാണ് കാണപ്പെടുന്നത് ന്യൂറാമിനിഡേസ്? നമ്മുടെ ഫംഗസിന് യൂസ് ചെയ്യണ ഒരു അഗറിന്റെ പേര് പറഞ്ഞേ. കോൺമീൽ അഗർ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും തന്നിട്ട് അതല്ലാത്തതാണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാലോ. അപ്പൊ ഒന്ന് അതൊക്കെ നോക്കാം. പിന്നെ നമ്മള് അമീബയുടെ കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് നോട്ട് തന്നായിരുന്നല്ലോ, അതൊക്കെ നോക്കിക്കോളണം വാട്ടർ ബോൺ ആയിട്ട്. പിന്നെ സദേൺ ബ്ലോട്ടിങ് എന്തിനാ യൂസ് ചെയ്യണത്? ഓക്കെ, അത് നോക്കിക്കോളണം. നോർത്തേൺ ആണെങ്കിലോ RNA, വെസ്റ്റേൺ ആണെങ്കിൽ പ്രോട്ടീൻ. അപ്പൊ നമ്മുടെ ആന്റിജൻ ആന്റിബോഡിയുടെ ഒക്കെ ഏതാ വരുന്നത് എപ്പോഴും? വെസ്റ്റേൺ ബ്ലോട്ടിംഗ്. പിന്നെ ഈസ്റ്റേൺ ആണെങ്കിൽ പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ PCR നിങ്ങൾക്ക് അറിയാലോ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR, RT-PCR അല്ലെ. ക്വാണ്ടിറ്റേറ്റീവ് PCR നമ്മൾ റിയൽ ടൈം PCR എന്ന് പറയും. പിന്നെ നമുക്ക് നെസ്റ്റഡ് PCR ഒക്കെ ഉണ്ട്, അതെല്ലാം നോക്കുക. പിന്നെ ലൂപ്പ് മീഡിയേറ്റഡ് ഐസോതെർമൽ അസേ, അതൊക്കെ ഇതായിട്ട് മോളിക്കുലാർ ടെക്നിക് ആയിട്ട് വരുന്നതാണ്. പിന്നെ നമ്മുടെ റൈബോ ടൈപ്പിംഗ്, ഫുഡ് പ്രിന്റിങ് അങ്ങനെയുള്ളതൊക്കെ നോക്കുക. നമ്മൾ പ്രോട്ടീന് വേണ്ടിയിട്ടാണ് ഫുഡ് പ്രിന്റിങ്. പിന്നെ നമ്മുടെ പലതരം ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, പ്രൈമറി ഇൻഫെക്ഷൻ, റീ ഇൻഫെക്ഷൻ, സെക്കൻഡറി, ക്രോസ് ഇൻഫെക്ഷൻ, അതൊക്കെ ഒന്ന് ജസ്റ്റ് എന്തൊക്കെയാണ് ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ഏരിയ ആണ്. പിന്നെ കോവിഡ് എന്ത് തരത്തിലുള്ള വൈറസ് ആണ്, നിപ്പ ഏത് തരത്തിലുള്ള വൈറസ് ആണെന്നൊക്കെ ഒന്ന് നോക്കിക്കൊള്ളണം നമ്മളിപ്പോ വരുമ്പോ. പിന്നെ ഫ്ലാഷ് സ്റ്റെറിലൈസേഷന്റെ ടെമ്പറേച്ചർ എത്രയാ? 72. Pasterization 134. പാസ്ചറൈസേഷനോ 62. പിന്നെ നമ്മള് ഫ്ലാഷ് മെത്തേഡോ എത്രയാണ് ടെമ്പറേച്ചർ വരുന്നത്? നമ്മുടെ പാസ്ചറൈസേഷൻ 63 degrees Celsius for അപ്പൊ നമ്മുടെ ആ ഫ്ലാഷ് സ്റ്റെറിലൈസേഷനും ഫ്ലാഷ് മെത്തേഡും തമ്മിൽ മാറിപ്പോകും കേട്ടോ, നോക്കിക്കോളണം. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് സ്റ്റെറിലൈസേഷൻ കൺട്രോളിൽ വരുന്നത്. ജിയോബാസിലസ്, സ്റ്റീറോതെർമോഫിലസ് ഇതിലാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ഓട്ടോക്ലേവിന്റെ, പിന്നെ മെമ്പറൈൻ ഫിൽറ്ററിൽ ഏതൊക്കെയാണ് വരുന്നത് അതൊക്കെ നോക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ നമ്മുടെ ഡൈ ഒക്കെ ഉണ്ടല്ലോ, അനിലിൻ ഡൈ, അക്രിഡിൻ ഡൈ ഒക്കെ ഉണ്ട്. പിന്നെ ഹാലോജൻസ്,
പിന്നെ നമ്മൾ എഥിലീൻ ഓക്സൈഡ് വെച്ച് സ്റ്റെറിലൈസ് ചെയ്യണ നമ്മുടെ ഹോസ്പിറ്റലായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മെഷീൻസ്, റെസ്പിറേറ്റർ, ഡെന്റൽ എക്യുപ്മെന്റ്, അങ്ങനെ ക്ലോത്തിങ്സ് ഒക്കെ നമുക്ക് എഥിലീൻ ഓക്സൈഡ്, കാരണം എന്താണ് സ്പോറിസിഡലാണ്. പിന്നെ നമ്മുടെ സൾഫൈഡ്, ഫ്ലൂറൈഡ്, ബ്രോമൈഡ്, അയഡോൈഡ് ഒക്കെ എന്താണ് ആനയോണിക് ആണ്. കാറ്റയോണിക് ഏതാണ്? സോഡിയം, അയൺ, ലെഡ് ഒക്കെ കാറ്റയോണിക്. അങ്ങനെയുള്ള കാര്യം നമുക്ക് നോക്കാം. പിന്നെ ഗ്ലൂട്ടറാൾഡിഹൈഡിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ 1 to 2% ആണ്. ഫീനോൾ 5%, ക്ലോർ ഹെക്സിഡിനോ 1 to 4%. ഓക്കെ. ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ 70 to 80% അല്ലെങ്കിൽ 75% ആണ് ആൽക്കഹോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് പറയണ ചിലപ്പോൾ നാളെ എക്സാമിന് ഓർമ്മ ഉണ്ടാവും, ഷോർട്ട് ടേം മെമ്മറിയിൽ കിടന്നോളുമല്ലോ. പിന്നെ നമ്മള് ഷിജല്ല, ബാസിലറി ഡിസെൻട്രി, സാൽമണലെ തന്നെ നമ്മൾ 2 തരം പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പിന്നെ ലെപ്റ്റോസ്പൈറെ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് ഡിസീസ് വരുത്തുന്നതെന്ന് നോക്കുക. പിന്നെ എയർബോണില് വരുന്ന ആരൊക്കെയായിരുന്നു? മൈക്രോബാക്ടീരിയം മൈക്രോബാക്ടീരിയ ഉണ്ട്, അതുപോലെ ഉണ്ട്. പിന്നെ സ്ട്രെപ്റ്റോകോക്കസ്, നെസീരിയ അല്ലെ? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനിൽ വരുന്നത് ഹീമോഫിലസ്, ബോർഡറ്റെല്ല, എർസീനിയ. വൈറസ് ആണെങ്കിൽ റുബല്ല, ഇൻഫ്ലുവൻസ, മംസ് വൈറസ്, അഡനോ വൈറസ്, പാർവോ ഒക്കെയാണ് എയർബോൺ. പിന്നെ നമ്മൾ ആ സെറ്റിൽ പ്ലേറ്റ് മെത്തേഡ്, സ്ലിറ്റ് ചാമ്പർ ആയിട്ട് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആസിഡ് ഫോം ബാക്ടീരിയ ഏതൊക്കെയാണ്? നമ്മുടെ മിൽക്കിൽ വരുന്നത് ലാക്റ്റിക് സ്ട്രെപ്റ്റോകോക്കി അല്ലെ? അതൊക്കെ നോക്കുക. എൻഡ്രോകോക്കസ് ഫിക്കാലിസ്. ഗ്യാസ് ഫോമിങ് ആരൊക്കെയാണ്? നമ്മുടെ ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചസ്. പിന്നെ നമ്മുടെ മിൽക്കിന്റെ ടെസ്റ്റുകൾ ഉണ്ടല്ലോ, MBRT ടെസ്റ്റ്, പാസ്ചറൈസേഷൻ അവിടെ നോക്കുക. പിന്നെ മിൽക്കിലൂടെ സ്പ്രെഡ് ആവുന്ന ഡിസീസസ് ഏതൊക്കെയാണ്? അണ്ടുലന്റ് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് റെമിറ്റൻ ഫീവർ, അല്ലെങ്കിൽ വേറെ പേരെന്താ? പിന്നെ സാൽമണല്ല, ഫുഡ് പോയിസണിങ്. പിന്നെ ക്യൂ ഫീവർ ആരാണ്? കോക്സിയല്ല ബർണറ്റി. അതെല്ലാം നോക്കിക്കൊള്ളണം. പിന്നെ ആന്ത്രാക്സ് അതൊക്കെ മിൽക്കിലൂടെ വരും, അല്ലെങ്കിൽ ഫുഡ് ബോൺ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ മിൽക്കിലെ ഫോസ്ഫറ്റേസ് ടെസ്റ്റ് എന്തിനായിരുന്നു? പാസ്ചറൈസേഷൻ എഫക്റ്റീവ് ആണ്. ഓക്കെ. ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് മൈക്രോ ഓർഗാനിസംസ് റെഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ടെസ്റ്റ് എവിടെയാ പഠിച്ചത്? ഈ ടെസ്റ്റ് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി, ഹിർബിബോർ അല്ലെ? അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ആന്റിബയോട്ടിക് സ്റ്റിവാച്ചിപ്പ് ഒക്കെ നിങ്ങൾ ഓർമ്മ ഉണ്ടാവുമല്ലോ, പഠിച്ചത്. ജസ്റ്റ് റീഡ് ചെയ്താൽ മതിയാവും. അതെല്ലാം അതിൽ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ഏതാണ് അതിൽ പെടാത്തത് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അവരൊക്കെ ഏതായിരിക്കും എന്തായിരിക്കും അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. പിന്നെ ഹാൻഡ് ഹൈജീനുള്ള ഏരിയ നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ കൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. എത്രയാണ് അതിന്റെ ടൈം, മെഡിക്കൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതായത് എന്താ നമ്മൾ പറയുന്നത്, ഡിസ്പോസ് ചെയ്യുന്നത് ഉണ്ടല്ലോ, നമ്മുടെ യെല്ലോ, റെഡ്, ബ്ലൂ, ബ്ലാക്ക് അതെല്ലാം നോക്കിക്കൊള്ളണം. സിറിഞ്ച് ഏതിലാ? ഓക്കെ. വൈറ്റില് നമ്മള് ഷാർപ്പ് അല്ലെ, നീഡിൽ, സിറിഞ്ച്, അതായത് അതെല്ലാം നോക്കുക. പിന്നെ നമ്മൾ റെഡിൽ എന്തൊക്കെയാണ്? കണ്ടാമിനേറ്റഡ് വേസ്റ്റ്. അതുപോലെ തന്നെ യെല്ലോയിൽ എന്താണ്? നമ്മുടെ അനാറ്റോമിക്കൽ ആയിട്ടുള്ള സോയിൽഡ് വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ്, അങ്ങനെയൊക്കെ നമ്മുടെ യെല്ലോയിലാണ്. പിന്നെ മെഡിക്കൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ ക്ലാസ്സിൽ അല്ലെ? ബ്ലാക്കില് ഏതായിരുന്നു നമ്മൾ വെച്ചത്? ബ്ലാക്കില് ഫുഡ് വേസ്റ്റ്. രണ്ട് രീതിയിലാണ്. അപ്പോ മെഡിക്കൽ ഫീൽഡിൽ അവർ അത് വേസ്റ്റ് ആണ് ബ്ലാക്കിൽ വെച്ചേക്കുന്നത്. അപ്പൊ അതൊന്ന് നോക്കിയാൽ മതി, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ ഇമ്മ്യൂണിറ്റി നിങ്ങൾക്ക് അറിയാലോ, സെൽ മീഡിയേറ്റഡ് എല്ലാം അറിയാലോ. നമ്മുടെ ഏതാണ് മറ്റേണൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇമ്മ്യൂണോഗ്ലോബുലിൻ. ആദ്യം ഉണ്ടാവണ ഏതാണ്? അങ്ങനെ എല്ലാം നോക്കിക്കൊള്ളണം. പിന്നെ സെക്കൻഡറി ഏതൊക്കെയാണ്? പ്രൈമറി, സെക്കൻഡറി ഓർഗൻസ് ഏതൊക്കെയാണ്?
പ്രൈമറി ഓർ പ്രൈമറി താമസിച്ചത് പിന്നെ ക്ലീന് ലിംഫനോട് പിന്നെ മെറ്റേണൽ കിട്ടുന്നത് ഏതാണ് നമുക്ക് ഇമ്യൂണോഗ്ലോബുലിൻ ജി. പിന്നെ നമ്മള് ലൈസോസൈം ഏരിയൊക്കെ ബോഡി ഫ്ലൂയിഡിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ നമ്മള് ബെൻസ് ജോൺസ് പ്രോട്ടീൻ എന്താണ്, അങ്ങനെയുള്ളതൊക്കെ നോക്കിക്കൊള്ളണം. അതെല്ലാം ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ ടീസൽ ഡിപ്പെൻഡന്റ് ആന്റിജൻ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഓടി നോക്കുക. പിന്നെ നമ്മുടെ HLA അല്ലെ, നമ്മുടെ അതായത് MHC1, 2 അതൊക്കെ ഏതൊക്കെ സെല്ലാണ്. പിന്നെ നമ്മുടെ ചെയിൻ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഇമ്യൂണോഗ്ലോബുലിൻ ജി എത്ര എണ്ണം ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എമ്മിന് എത്ര എണ്ണം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതായത് നമ്മുടെ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ടല്ലോ, അത് എത്ര എണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ സൂപ്പർ ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? സൂപ്പർ ആന്റിജൻ എന്ന് പറയുന്നത് എൻഡോടോക്സിൻ ആണോ എക്സോടോക്സിൻ ആണോ? എക്സോടോക്സിൻ. അപ്പൊ അതില് ഫുഡ് പോയിസണിംഗിൽ വരുന്നുണ്ട്, ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഉണ്ട്, പിന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് അതൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്ട്രെപ്റ്റോകോക്കിയുടെ അറിയാലോ, നമ്മുടെ റുമാറ്റിക് ഹാർട്ട് ഡിസീസിൽ വരുന്ന ആള് സ്ട്രെപ്റ്റോകോക്കി, മാറിപ്പോരുത് കേട്ടോ. പിന്നെ സെറത്തിലുള്ളത് സെക്രീറ്ററി അതൊക്കെ പഠിക്കുക. ഇമ്യൂണോഗ്ലോബുലിൻ എ, പിന്നെ ഇമ്യൂണോഗ്ലോബുലിൻ എം, അതിന്റെ ആ ഓർഡർ ഒന്ന് നോക്കുക. നമ്മൾ കൂടുതൽ ഏതാണ്, കുറവ് ഏതാണ്, ഹാഫ് ലൈഫ് എത്രയാണ്. ഇമ്യൂണോഗ്ലോബുലിൻ എമ്മിന് 5 ദിവസമാണ് ഹാഫ് ലൈഫ് വരുന്നത്. പിന്നെ ഫസ്റ്റ് പ്രൈമറി റെസ്പോൺസ് നമ്മുടെ ഇമ്യൂണോഗ്ലോബുലിൻ എം ആണ് അല്ലെ. പിന്നെ ഇമ്മച്വർ സെൽസിൽ റിസപ്റ്റർ ആയിട്ട് ആരാണ്? എം ആണ് അല്ലെ. പിന്നെ ഡി ഉണ്ട്. ഇമ്യൂണോഗ്ലോബുലിൻ ഇ ഏതിലൊക്കെയാ വരുന്നത്, അതിന്റെ ലൈഫ് 2 ഉള്ളൂ. ഏതിലൊക്കെയാണ് വരുന്നതെന്ന് നോക്കുക. പിന്നെ അല്ലോ ടൈപ്പ് നമ്മുടെ ഗ്രാഫ്റ്റിലുള്ള കാര്യം നോക്കുക. നമുക്ക് ഇമ്യൂണോഗ്ലോബുലിന്റെ പഠിക്കാനില്ല, അത് ക്ലാസ് ഒന്നുമില്ല. പിന്നെ കോംപ്ലിമെന്റ് നോക്കിക്കോളുക. കോംപ്ലിമെന്റ് നമ്മള് നമ്മുടെ ഏതായിരുന്നു നമ്മുടെ സൂപ്പർ ആന്റിജൻ അവര് പ്രൊഡ്യൂസ് എന്താ അവര് ലാസ്റ്റ് ട്രിഗർ ചെയ്യണത്, കോംപ്ലിമെന്റ് ആക്ടിവേഷൻ ട്രിഗർ ചെയ്യുന്നുണ്ട് കേട്ടോ, സൂപ്പർ ആന്റിജൻസ്. പിന്നെ എന്തോ നമുക്ക് രാവിലെ എണീക്കണം, അതോട് പഠിക്ക് വേഗം. ഇവിടെ അല്ലേ പറയണേ, ഇമ്പോർട്ടന്റ് അല്ല. നമ്മ ഉറങ്ങുന്നത് നമുക്ക് രാവിലെ എണീച്ചിട്ട് അവിടെ പറയുന്നതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ലെക്റ്റിൻ കോംപ്ലിമെന്റ് പാത്വേ അതൊക്കെ നിങ്ങളപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കിയേക്ക്. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയൊക്കെ ഉണ്ടാവും. ഓർത്ത് എഴുതിയാൽ മതി. നമ്മുടെ ടെസ്റ്റുകളും കാര്യങ്ങളും ഹൈപ്പർ സെൻസിറ്റിവിറ്റി എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതിയാവും. നാളെ എത്ര മണിക്ക് എക്സാമിനേഷൻ? അപ്പൊ എല്ലാരും നേരത്തെ ഇറങ്ങിക്കോളണം. ഇന്ന് അധികം നേരം ഇരുന്ന് പഠിക്കണ്ട, ഒരു 10 മണിയാകുമ്പോ കിടന്ന് ഉറങ്ങിക്കോ. എന്നിട്ട് നാളെ പോണ വഴിക്കൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഒരുവിധം റിവിഷനൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ അല്ല? ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് നോക്കുക. നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇമ്യൂണോഗ്ലോബുലിന്റെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഗ്രാഫ്റ്റ് റിജക്ഷനിൽ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ സ്പോറിസിഡൽ ഏതൊക്കെയാണ് അല്ലാത്തത് അങ്ങനെയുള്ളത്, അതിന്റെ യൂസസ്, അങ്ങനെ നമ്മള് ലാസ്റ്റ് ദിവസം ഒന്ന് നോക്കാനായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിപ്പോയാൽ മതിയാവും. ബാക്കിയുള്ളതൊക്കെ ഓർമ്മയുണ്ടാവും കേട്ടോ. അപ്പൊ എനിക്കത് പോയി എഴുതുക. എല്ലാം ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തതല്ലേ, എല്ലാം നമ്മുടെ ബ്രെയിൻ ഒക്കെ നല്ല ആക്റ്റീവ് ആണ്. അപ്പൊ ഇന്ന് ആരും രാത്രി 11 മണി കഴിഞ്ഞ് ആരും ഇരിക്കരുത്. നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം, ഹോൾ ടിക്കറ്റും അതുപോലെ ID കാർഡും നല്ല 2 പേനയും ഒക്കെ നേരത്തെ എടുത്ത് ബാഗിൽ വെച്ച് ഇരിക്കുക കേട്ടോ. അപ്പൊ നാളത്തേക്കൊന്നും പാക്ക് ചെയ്യാൻ വെക്കണ്ട, ഇന്ന് തന്നെ പാക്ക് ചെയ്ത് എല്ലാം ശരിയാക്കി വെക്കുക കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ നമ്മള് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്താ പേടിക്കാതെ, നമുക്ക് 4 രീതിയിലുള്ള കോഡ് ഉണ്ട്. ചിലവർക്ക് ആദ്യം കിട്ടുന്ന ക്വസ്റ്റ്യന് എളുപ്പമുള്ളതായിരിക്കും, ചിലവർക്ക് കോഡ് മാറുന്നതനുസരിച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളതായിരിക്കും ആദ്യം വരുന്നത്. അപ്പൊ അതൊക്കെ കണ്ട് പേടിക്കരുത്. ആദ്യമേ നമുക്ക് എന്ത് എഴുതാൻ പറ്റുമെന്നുള്ളത് നോക്കി അങ്ങ് എഴുതി തുടങ്ങുക. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളത് അവിടെ കിടപ്പുണ്ടാവും,
അത് കുഴപ്പമില്ല. ചിലപ്പോൾ 1-2 ഉണ്ടാവുള്ളൂ ബുദ്ധിമുട്ടുള്ളത്. ബാക്കിയെല്ലാം അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് 4 ടൈപ്പ് അല്ലേ നമ്മുടെ കോഡ് അനുസരിച്ച് ABCD. അപ്പോൾ ആദ്യം ചിലവർക്ക് ഭാഗ്യത്തിന് ആദ്യം തന്നെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്, ചിലവർക്ക് ബുദ്ധിമുട്ടുള്ളതായിരിക്കും ലാസ്റ്റത്തെ ആയിരിക്കും ആദ്യം കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ മാറുന്നതനുസരിച്ച് വിഷമിക്കരുത്, ടെൻഷൻ ആവരുത്, മനസ്സിലായോ? കൂളായിരിക്കണം. നമ്മുടെ എപ്പോഴും നമ്മള് എക്സാം ഹോളിൽ എന്തായിരിക്കും നമ്മുടെ ആ ഒരു അന്നേരത്തെ മനോഭാവം അനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ കുറെ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പേടിക്കാതെ വേണം എഴുതാനായിട്ട്. ഓക്കെ, നാളെ നന്നായിട്ട് പോയി എഴുതുക കേട്ടോ. ഓക്കെ എന്നാ. താങ്ക് യു മാം. ഓക്കെ, എല്ലാരും ഇത് നേരത്തെ Okay, ma'am. Thank അല്ലെങ്കിൽ തലയൊക്കെ വേദന എടുക്കും. താങ്ക് യു മാം. ഓക്കെ, ബൈ.